അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതിനുള്ള നടപടികൾ കോതമംഗലത്തിനും പ്രതീക്ഷ നൽകുന്നു. നെല്ലിക്കുഴി പഞ്ചായത്തിലൂടെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലൂടെയുമാണ് നിർദ്ദിഷ്ട റെയിൽപാതയുടെ അലൈൻമെന്റ്. മാതിരപ്പള്ളിയിൽ സ്റ്റേഷനുമുണ്ട്. കോതമംഗലവും റെയിൽവേ ഭൂപടത്തിൽ ഇടം നേടാൻ ഇനി എത്രനാൾ കാത്തിരിക്കണമെന്നതിലാണ് ഇനി ആകാംക്ഷ. അങ്കമാലി ശബരി റെയിൽപാത 3 പതിറ്റാണ്ടായി കോതമംഗലവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ്. യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷ നൽകിയ ശേഷമാണ് പലപ്പോഴും പദ്ധതിയുടെ ഗതി മാറിയത്. ഇത്തവണ കുറെ കൂടി ഉയർന്ന പ്രതീക്ഷയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നത്. പാതയുടെ നിർമ്മാണ ചെലവ് പകുതി വഹിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധരായതോടെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പും സമാനമായ പ്രതീക്ഷ നൽകിയ ശേഷം നടപടികൾ നിലച്ചതാണ്. ഇത്തവണ അങ്ങനെയാകില്ലെന്ന വിശ്വാസമാണ് പൊതുവെയുള്ളത്. നെല്ലിക്കുഴി പഞ്ചായത്തിലൂടെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലൂടെയുമാണ് നിർദ്ദിഷ്ട പാതയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപ്രകാരം റെയിൽവേ സ്റ്റേഷൻ നിശ്ചയിച്ചിട്ടുള്ളത് മാതിരപ്പള്ളിയിലാണ്. അലൈൻമെന്റിന്റെ അടിസ്ഥാനത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്ഥലം അളന്നിരിക്കുകയും ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ സ്ഥലങ്ങളുടെ ക്രയവിക്രയത്തിനുള്ള വിലക്ക് ഉടമകളെ ബുദ്ധിമുട്ടിച്ചിട്ടുമുണ്ട്. പദ്ധതി നടപ്പാക്കുകയോ സ്ഥലം സ്വതന്ത്ര ഉപയോഗത്തിന് വിട്ടുനൽകുകയോ വേണമെന്ന് ആവശ്യപ്പെട്ട് ഒട്ടേറെ സമരങ്ങളും നടന്നിട്ടുണ്ട്. പദ്ധതി നടപ്പാകുമെന്ന ഇപ്പോഴത്തെ സൂചന സ്ഥലമുടമകൾക്കും ആശ്വാസം നൽകുന്നതാണ്. സ്ഥലം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം എത്രയും വേഗം ലഭ്യമാക്കണമെന്നാണ് അവരുടെ ഇനിയുള്ള ആവശ്യം. പദ്ധതി യാഥാർത്ഥ്യമായാൽ കോതമംഗലത്തിന് വൻ നേട്ടങ്ങളാകും കൊണ്ടുവരിക. വാണിജ്യം, വ്യാപാര, ഗതാഗത, ടൂറിസം മേഖലകൾക്കാകും വലിയ നേട്ടം. GTV ന്യൂസ്, കോതമംഗലം.